നമസ്കാരം. സണ്ണി സീഡ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. റാങ്ക് ബൂസ്റ്റർ സീരീസാണ്. അതുകൊണ്ട് തന്നെ PSC ബുള്ളറ്റിനിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. മലയാളമാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊരു ബുക്കും പെന്നും എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കൂട്ടത്തിൽ തന്നെ ഈ എക്സാം കൂടി എഴുതുക. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം, ചോദ്യം കേട്ടതിന് ശേഷം വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരം എഴുതുക. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രെയിനും കൂടി ഒന്ന് വർക്കാവും. വെറുതെ കേട്ടു പോകണ്ട. അപ്പോൾ നിങ്ങൾക്കും കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ട് വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ PSC ബുള്ളറ്റിൻ്റെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കാണരുത്. കാരണം PSC ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്കായി ഡിപ്പെൻഡ് ചെയ്തത് PSC ബുള്ളറ്റിനും SCRT ടെക്സ്റ്റുമാണ്. ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ പദം ഏതാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്രസ്താവന, ഓപ്ഷൻ ബി ഹ്രസ്വദൂരം, ഓപ്ഷൻ സി ആഘാതം, ഓപ്ഷൻ ഡി പാദസ്വരം. ഏതാണ് ശരിയായി എഴുതിയിരിക്കുന്ന പദം? നിങ്ങൾ പോസ് ചെയ്തിട്ട്, വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ബുക്കിൽ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതാം. അതിനുശേഷം ചെക്ക് ചെയ്യാം. എഴുതിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയായി എഴുതിയിരിക്കുന്ന പദം ആഘാതമാണ്. ഓപ്ഷൻ സി ആണ്. പ്രസ്താവന എങ്ങനെയാണ് എഴുതുന്നത്? പ്രസ്താവന. അപ്പം ഇത് തെറ്റാണല്ലോ. ഹ്രസ്വദൂരം, ഹ്രസ്വ എന്നിങ്ങനെയാണ് എഴുതുന്നത്. ഹ്രസ്വദൂരം. അപ്പം ഇതും തെറ്റാണ്. പാദസ്വരമല്ല, പാദസരമാണ്. പാദസരം. അങ്ങനെയാണെങ്കിൽ ആഘാതം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻസ്: രാവ് അധികം ലേ, രാവ് അധികം എ, രാവിൽ അധികം എ, രാവിൽ അധികം ലേ. നിങ്ങളുടെ ഉത്തരം എഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാവിൽ അധികം എ. രാവിൽ അധികം എ ആണ് രാവിലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടും വീഡിയോ പോസ് ചെയ്ത് ഉത്തരം എഴുതുമെന്ന് പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങൾ ഉത്തരം എഴുതുന്നവരാണെങ്കിൽ പോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഉത്തരം എഴുതുക. അതിനുശേഷം ചെക്ക് ചെയ്യുക. ഓക്കെ. ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ കാണാം. ഓപ്ഷൻ ബി നാളെയോ അഥവാ മറ്റന്നാളോ നമുക്ക് കാണാം. ഓപ്ഷൻ സി നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ പരസ്പരം കാണാം. ഓപ്ഷൻ ഡി നാളെയോ മറ്റന്നാളോ നമുക്ക് കാണാം. ഉത്തരം എഴുതും. ശരിയായ ഉത്തരം ഡി ആണ്. ശരിയായ ഉത്തരം ഡി. നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ എന്നത് അതിൻ്റെ ആവശ്യമില്ല. നാളെയോ അഥവാ മറ്റന്നാളോ നമുക്ക്. നാളെയോ യോ ചേർത്തിട്ട് അഥവായും കൂടി ചേർക്കണ്ട. നാളെയോ മറ്റന്നാളോ നമുക്ക് തമ്മിൽ പരസ്പരം. തമ്മിലും പരസ്പരവും കൂടിയും ഒരിക്കലും വേണ്ട. നാളെയോ മറ്റന്നാളോ നമുക്ക് കാണാം. അതാണ് കറക്റ്റ് ആൻസർ. ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. കരി തേക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കരി തേക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻസ്: വിരൂപമാക്കുക, കളിയാക്കുക, കാണാതാക്കുക, ആക്ഷേപിക്കുക. ഏതാണ് കരി തേക്കുക എന്ന ശൈലിയുടെ അർത്ഥം? ഉത്തരം ആക്ഷേപിക്കുക. ഡി ആണ്. നമ്മൾ രാഷ്ട്രീയത്തിൽ മിക്കവാറും പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് ഈ കരി തേക്കുക എന്നുള്ളത്. കരി തേക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ആക്ഷേപിക്കുക എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. കരി തേക്കുക, ആക്ഷേപിക്കുക. അടുത്ത ചോദ്യം. ഋഷിയെ സംബന്ധിച്ചത് ഇതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഋഷിയെ സംബന്ധിച്ചത് ഇതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. സന്യാസം, ആർഷം, ഋഷ്വം, ഋഷികം. ഏതാണ് കറക്റ്റ് ആൻസർ? ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഉത്തരം ബി ആണ്, ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ആർഷമാണ്. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നിങ്ങൾ ഉത്തരം കൂടെ എഴുതുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കന്ധരം, കന്ധരം അർത്ഥവ്യത്യാസം എന്താണ്? ഓപ്ഷൻസ്: കുളം, പർവ്വതം, കഴുത്ത്, രത്നം, രക്തം, ഗുഹ, പർവ്വതം, ഗുഹ, കഴുത്ത്. ഏതാണ് കന്ധരം, കന്ധരം അർത്ഥവ്യത്യാസം എന്താണ്? ഉത്തരം ഡി ആണ്. ശരിയായ ഉത്തരം ഡി ആണ്. കന്ധരം എന്നാൽ കന്ധരം ഇത് ഗുഹയാണ്. കന്ധരം കഴുത്ത്. അപ്പോൾ ശരിയായ ഉത്തരം ഡി ആണ്. അടുത്ത ചോദ്യം. അർത്ഥവ്യത്യാസം കണ്ടെത്തുക. ഒളി, ഒലി. എന്താണ് അർത്ഥവ്യത്യാസം? ഓപ്ഷൻസ് നോക്കാം. ദുഃഖം, ശ്രമം, ശോഭ, ശ്രമം,
ശോഭ ശബ്ദം, ശ്രമം ശബ്ദം. ഏതാണ്? ഒളി, ഒലി. ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ശരിയായ ഉത്തരം സി ആണ്, ശോഭ ശബ്ദം. അതായത് ഒളി എന്നാൽ ശോഭയാണ്, ഒളി, ശോഭ. അതുപോലെ ഒലി എന്താണ്? ശബ്ദം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മാറ്റൊലി കേട്ടു എന്നൊക്കെ അല്ലേ. ഒലി ശബ്ദം, ഒളി ശോഭ. അടുത്ത ചോദ്യം, ശരിയായ രൂപം ഏതാണ്? ജീവച്ഛവം, ജീവശവം, ജീവച്ഛവം, ജീവച്ഛവം, ജീവശ്ചവം. ഏതാണ് ശരിയായ രൂപം? എഴുതുക. ഉത്തരം ബി ആണ്, ജീവച്ഛവമാണ് ശരിയായ രൂപം. അടുത്തത് നോക്കാം. ശരിയായ പ്രയോഗം ഏതാണ്? ഓപ്ഷൻസ്: യഥേഷ്ടം പോലെ, ഹാർദവമായി, ദശകകാലമായി, സാധാരണമായി. ഏതാണ് ശരിയായ പ്രയോഗം? ഉത്തരം ഡി ആണ്, സാധാരണമായി എന്നതാണ് ഇതിൽ ശരിയായ പ്രയോഗം. യഥേഷ്ടം പോലെ എന്ന് പറയേണ്ട. യഥേഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എന്നാണ്. അപ്പോൾ യഥേഷ്ടം പോലെ എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹാർദവമായി എന്ന് പറയത്തില്ല. ഹാർദവമായ സ്വാഗതം എന്ന പ്രയോഗം സ്വാഗതം ആശംസിക്കുന്നവരൊക്കെ സാധാരണയായിട്ട് ചടങ്ങുകളിൽ പറയാറുണ്ട്. അത് ശരിയല്ല. ഹാർദമായ സ്വാഗതം എന്നാണ് പറയേണ്ടത്. ഹാർദം എന്ന വാക്കാണ് ഹൃദയംഗമം എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം. അപ്പോൾ ആളുകൾ ഈ തെറ്റ് വരുത്തുന്നുണ്ട്. ഹാർദവമായ സ്വാഗതം അല്ലെങ്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയും. അങ്ങനെ ഒരു വാക്കില്ല. ഹാർദമായ സ്വാഗതം എന്ന പ്രയോഗമാണ് ശരി, ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇത് ഹാർദവമായി എന്നുള്ളത് തെറ്റാണ്. ഹാർദമായ എന്നാണ് ശരി. ഓർത്തിരിക്കുമല്ലോ. ഇനിയും ഹാർദമായ സ്വാഗതമാണ് നിങ്ങൾ ആശംസിക്കേണ്ടത്. ഇങ്ങനെയും എഴുതാം. പക്ഷേ ചില ബുക്കുകളിലൊക്കെ ഹാർദമായ എന്നുള്ളതിന് ഈ ഇരട്ടിപ്പ് വരുന്നില്ല. ഹാർദമായ. ഓക്കെ, ശ്രദ്ധിക്കുമല്ലോ. ഹാർദവമായി തെറ്റാണ്. ദശകകാലമായി എന്ന് പറയത്തില്ല. നിങ്ങൾ ദശകങ്ങളായി, ദശകമായി എന്നേ പറയൂ. ദശകവും കാലവും കൂടി പറയേണ്ടതില്ല. പിന്നെ സാധാരണമായി, അതാണ് കറക്റ്റ്. അപ്പോൾ യഥേഷ്ടം പോലെ തെറ്റാണ്. ഹാർദവമായി എന്ന പ്രയോഗം തെറ്റാണ്. ദശകകാലമായി എന്ന പ്രയോഗവും തെറ്റാണ്. സാധാരണമായി എന്ന പ്രയോഗമാണ് ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇരുന്നിട്ടേ കാല് നീട്ടാവൂ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഇരുന്നതിന് ശേഷം കാല് നീട്ടി വയ്ക്കുക, അവനവൻ അധ്വാനിക്കുക, ക്രമത്തിന് പ്രവർത്തിക്കുക, വിഷമിക്കുക. എന്താണ് ഇരുന്നിട്ട് കാല് നീട്ടാവൂ എന്ന ശൈലിയുടെ അർത്ഥം? എഴുതിയോ? 10. ഉത്തരം ക്രമത്തിന് പ്രവർത്തിക്കുക എന്നാണ്. ഇരുന്നിട്ടേ കാല് നീട്ടാവൂ എന്ന ശൈലിയുടെ അർത്ഥം ക്രമത്തിന് പ്രവർത്തിക്കുക എന്നാണ്. ആ വാക്യത്തിൻ്റെ അർത്ഥമല്ല, ഇതൊരു ശൈലിയാണ്. ഇരുന്നിട്ടേ കാല് നീട്ടാവൂ എന്നുള്ളതൊരു ശൈലിയാണ്. അത് ഉദ്ദേശിക്കുന്നത് ക്രമമായിട്ട് പ്രവർത്തിക്കണം. അതായത് ഓരോ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് വേണം പോകാൻ. ആദ്യം ചെയ്യേണ്ടത് ആദ്യം, അങ്ങനെ ക്രമത്തിന് പ്രവർത്തിക്കുക എന്നാണ് ഈ ശൈലിയുടെ അർത്ഥം. അപ്പോൾ ഉത്തരം സി ആണ്. കറക്റ്റ് ആൻസർ സി ആണ്. അടുത്ത നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ചിലവ്, അങ്ങിനെ, അധികൃതർ, അധ്യക്ഷം. ഏതാണ് ശരിയായ പദം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശരിയായ പദം അധ്യക്ഷമാണ്. ഉത്തരം ഡി. നമ്മൾ നോക്കാം. ചിലവ് എന്നൊരു വാക്കുണ്ട്. ചിലവ് എന്നല്ല എഴുതേണ്ടത്, ചെലവ് എന്നാണ്. ചെലവ്, ചിലവ് അല്ല, ചെലവാണ്. അതായത് വരവ് ചെലവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ വരുന്നതിനെ വരവ് എന്ന് പറയും. വരവ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചെല്ലുന്നത്, പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ, ചെല്ലുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്ക്. ചെലവാണ് കറക്റ്റ്, ചെലവ്. നമ്മൾ പലയിടത്തും എഴുതി കാണാറുണ്ട് വരവ് ചിലവ് കണക്കുകൾ എന്ന്. തെറ്റാണ്. നിങ്ങൾ ഓർത്തിരിക്കണം. ചിലവ് അല്ല, എന്താണ് ചെല്ലുന്നത് എന്ന അർത്ഥത്തിലാണ് എഴുതുന്നത്. ചെലവാണ്, ചെലവ്. അപ്പോൾ ഈ ശരിയായ രൂപം ചെലവാണ്. അപ്പോൾ അത് ആദ്യത്തേത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങിനെ, അങ്ങിനെ എന്നല്ല എഴുതുന്നത്, അങ്ങനെ എന്നാണ്. അങ്ങനെ, ഇതാണ് ശരിയായ രൂപം. അപ്പോൾ ഇതും തെറ്റാണ്. അങ്ങിനെയും തെറ്റാണ്, ചിലവും തെറ്റാണ്. അധികൃതരല്ല, അധികൃതനാണ്. ഈ വാക്കാണ് ഉദ്ദേശിച്ചതെങ്കിൽ അധികൃതൻ എന്നാണ്. അപ്പോൾ അധ്യക്ഷമാണ് ശരിയായിട്ടുള്ളത്. അധ്യക്ഷം, ആൻസർ ഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഹൂ ഈസ് ഡ്രിവൺ ടു ദ വാൾ എന്നതിൻ്റെ ശരിയായ അർത്ഥം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓടിപ്പോയവൻ, ഓടിച്ചവൻ, ഗതികെട്ടവൻ, മിടുക്കൻ. ഏതാണ് വൺ ഹൂ ഈസ് ഡ്രിവൺ ടു ദ വാൾ എന്ന ശരിയായ അർത്ഥം?
ഈ വാക്യത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? എഴുതിക്കോ. ശരിയായ ഉത്തരം സി ആണ്. ഗതികെട്ടവൻ എന്നാണ് വൺ ഹൂ ഈസ് ഡ്രിവൺ ടു ദ വാൾ. അങ്ങേയറ്റം പറ്റി, തറ പറ്റി കിടക്കുന്നവൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതായത് ഗതികെട്ടവൻ, ഇനി ഒരു ഗതിയില്ല, തറ പറ്റി കിടക്കുകയാണ്, അതാണ് വൺ ഹൂ ഈസ് ഡ്രിവൺ ടു ദ വാൾ. ഗതികെട്ടവൻ എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം, ദൗഹിത്രി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൗഹിത്രി എന്താണ് അർത്ഥം? ഓപ്ഷൻസ് നോക്കാം. മകളുടെ മകൾ, മകൻ്റെ മകൻ, മകൻ്റെ മകൾ, മകളുടെ മകൻ. ഏതാണ് ദൗഹിത്രി എന്ന പദത്തിൻ്റെ അർത്ഥം? മകളുടെ മകളെയാണ് ദൗഹിത്രി എന്ന് വിളിക്കുന്നത്. ഓർക്കണം, മകളുടെ മകളെയാണ് ദൗഹിത്രി എന്ന് വിളിക്കുന്നത്. മകളുടെ മകനെ എന്ന് പറയും, ദൗഹിത്രൻ എന്ന് പറയും. അടുത്ത നോക്കാം, ശരിയായ രൂപം ഏത്? 14ാമത്തെ ചോദ്യം, ശരിയായ രൂപം ഏതാണ്? ഉദ്ഘാടനമാണ് എഴുതേണ്ടത്. ശരിയായ രൂപം ഏതാണെന്ന് നോക്കുക. ഓപ്ഷൻ എ ബി സി ഡിയിലൂടെ കടന്നു പോവുക. ഓരോന്നും വായിച്ചു നോക്കുക. ഏതാണ് ശരിയായ ഉത്തരം എന്ന് എഴുതുക. പറയട്ടെ, ശരിയായ ഉത്തരം, ശരിയായ രൂപം സി ആണ്. ഉദ്ഘാടനം എന്നാണ് എഴുതേണ്ടത്. ഉദ്ഘാടനം, ഉദ്ഘാടനം, ഇതാണ് ശരിയായ രൂപം. അടുത്ത നോക്കാം, രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? മുഴുപട്ടണി, തക്ക പ്രതിവിധി, ദുർബല ന്യായം, പൂർത്തിയാകാത്ത കാര്യം. ഏതാണ് രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം? ഉത്തരം പൂർത്തിയാകാത്ത കാര്യം എന്നാണ് ആ ശൈലിയുടെ അർത്ഥം. രാമേശ്വരത്തെ ക്ഷൗരം എന്ന് പറഞ്ഞാൽ പൂർത്തിയാകാത്ത കാര്യം എന്നാണ് അർത്ഥം. അടുത്തത് നോക്കാം, പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം അല്ലാത്തത് ഏതാണ്? പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. തമ്പ്രാക്കൾ, വാദ്യാർ, പണിക്കർ, അധ്യാപകൻ. ഏതാണ് പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം അല്ലാത്തത്? ഉത്തരം അധ്യാപകനാണ്. ഡി ആണ് ഉത്തരം. പൂജക ബഹുവചനം നിങ്ങൾക്കറിയാം, ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടി കൾ, മാർ എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങളൊക്കെ ചേർത്ത് പറയുന്നതാണ് പൂജക ബഹുവചനം. അത് ശരിക്കും ബഹുവചനമല്ല, പക്ഷെ എന്നാലും അത് ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടി ബഹുവചന പദമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കൾ, മാർ എന്നൊക്കെ ചേർത്ത് തമ്പ്രാക്കൾ, സ്വാമികൾ, പണിക്കർ, വാദ്യാർ, ഇതെല്ലാം പൂജക ബഹുവചനമാണ്. വാദ്യാർ എന്ന് പറഞ്ഞാൽ ഒരാളാണ്, തമ്പ്രാക്കൾ എന്ന് നമ്മൾ പറയുന്ന ഒരാളാണ്, സ്വാമികൾ എന്ന് നമ്മൾ പറയും, തിരുവടികൾ എന്നൊക്കെ പറയും അല്ലെ, പണിക്കർ എന്ന് പറയും. അതൊക്കെ പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണമാണ്. അധ്യാപകൻ ഈ കൂട്ടത്തിൽ പെടുത്തില്ല. അധ്യാപകൻ എന്നത് പൂജക ബഹുവചനമല്ല. അപ്പം ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മഞ്ചീരം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മഞ്ചീരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് കാൽച്ചിലമ്പ്, താമരപ്പൂവ്, ചന്ദ്രബിംബം, ഇളം കാറ്റ്. എന്താണ് മഞ്ചീരം എന്ന പദത്തിൻ്റെ അർത്ഥം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. കാൽച്ചിലമ്പാണ് മഞ്ചീരം എന്ന പദത്തിൻ്റെ അർത്ഥം. നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് മഞ്ചീര ശിഞ്ചിതം എന്നല്ലേ. അപ്പം മഞ്ചീരം എന്ന പദത്തിൻ്റെ അർത്ഥം കാൽച്ചിലമ്പ് എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. വെൻ ഐ സോ ഹിം ഹി വാസ് സ്ലീപ്പിംഗ് എന്നതിൻ്റെ പരിഭാഷ എന്താണ്? വെൻ ഐ സോ ഹിം ഹി വാസ് സ്ലീപ്പിംഗ് എന്നതിൻ്റെ പരിഭാഷ നോക്കാം. ഓപ്ഷൻസ് നോക്കാം. ഞാൻ അവനെ ഉറക്കത്തിൽ കണ്ടു. ഓപ്ഷൻ ബി, ഞാൻ കാണുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. ഓപ്ഷൻ സി, ഞാൻ അവനെ കണ്ടതും അവൻ ഉറങ്ങിപ്പോയി. ഓപ്ഷൻ ഡി, ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറക്കമായിരുന്നു. ഏതാണ് വെൻ ഐ സോ ഹിം ഹി വാസ് സ്ലീപ്പിംഗ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? പോസ് ചെയ്തിട്ട് ഉത്തരം എഴുതിക്കോ. നിങ്ങളുടെ ശ്രമം ആവശ്യമാണ്, വെറുതെ ഉത്തരം കേൾക്കരുത്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനും കൂടെ വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് പോസ് ചെയ്തിട്ട് ഉത്തരം എഴുതാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരം പറയാം. ഉത്തരം ഡി ആണ്. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറക്കമായിരുന്നു. വെൻ ഐ സോ ഹിം ഹി വാസ് സ്ലീപ്പിംഗ്. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറക്കമായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. പറഞ്ഞവൻ എന്നർത്ഥം വരുന്ന വാക്കേതാണ്? പ്രേക്ഷകൻ, പോഷകൻ, പ്രേക്ഷകൻ, പ്രോഷകൻ. ഏതാണ് പറഞ്ഞവൻ എന്ന അർത്ഥം വരുന്ന വാക്ക്? പറഞ്ഞവൻ എന്നർത്ഥം വരുന്ന വാക്ക്, പറഞ്ഞവൻ എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഉത്തരം പ്രേക്ഷകനാണ്. പ്രേക്ഷകൻ, ഇക്ഷയല്ല, പ്രേക്ഷകനല്ല, അത് വേറെയാണ്. പ്രേക്ഷകൻ, പ്രേക്ഷകനാണ് പറഞ്ഞ ആൾ എന്നർത്ഥം വരുന്നത്. പ്രേക്ഷകൻ ആണ്. അടുത്തത് നോക്കാം. നിണം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ സലിലം, ഏണം, ധര, രുധിരം. എന്താണ് നിണം എന്ന വാക്കിൻ്റെ അർത്ഥം? രുധിരമാണ്. ബ്ലഡ് എന്നാണ്, രക്തമെന്നാണ് നിണം. അതിൻ്റെ പര്യായ പദം വരുന്നത് രുധിരം എന്നാണ്. രുധിരം എന്നാണ്.
PSC ബുള്ളറ്റിനിൽ ഒറ്റപ്പദങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതുപോലെ പര്യായ പദങ്ങൾ ഒരു ലിസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കമ്പൈൽ ചെയ്തിട്ട് അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. കാരണം അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങളൊക്കെ കൂടുതലായിട്ടും വരുന്നത്. അതിനുശേഷം മാത്രം നിങ്ങൾ എക്സ്ട്രാ റീഡിങ്, റാങ്ക് ഫയലൊക്കെ നോക്കുക. ആദ്യം PSC ബുള്ളറ്റിനിലുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. SCERT ടെക്സ്റ്റ് പ്ലസ് PSC ബുള്ളറ്റിൻ. അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോയാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ഗേൾസ് ഈറ്റ് ഐസ്ക്രീം എന്ന വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ തർജിമ ഏതാണ്? ഗേൾസ് ഈറ്റ് ഐസ്ക്രീം എന്ന വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ തർജിമ ഏതാണ്? ഓപ്ഷൻ എ, പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നു, പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നും, പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു, പെൺകുട്ടികൾ ഐസ്ക്രീമാണ് തിന്നുന്നത്. ഏതാണ് ശരിയായ തർജിമ? ഏതാണ്? ഉത്തരം പെൺകുട്ടികൾ ഐസ്ക്രീം കഴിക്കുന്നു, അല്ല പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു. ഇവിടെ തന്നിരിക്കുന്നത് പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു. സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പദം ഏതാണ്? ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിരിക്കണം, ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം, ഓരോ ആളും അവരവരുടെ സ്ഥാനത്തിരിക്കണം, എല്ലാവരും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ഏതാണ് ശരി? ഒന്നുകൂടി വായിക്കാം. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിരിക്കണം, ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം, ഓരോ ആളും അവരവരുടെ സ്ഥാനത്തിരിക്കണം, എല്ലാവരും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ഏതാണ് ശരി? നമുക്കെല്ലാം ശരിയാണെന്ന് തോന്നും അല്ലേ? ഏതാണ് ശരി? ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം എന്നുള്ളതാണ് ശരി. ബി ആണ് ശരി. ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്ത് ഇരിക്കണം. ഇനി അടുത്ത് നോക്കാം. ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏതാണ്? കാറ്റുണ്ട്, തിരുവോണം, വാഴയില, കടൽ തീരം. ഏതാണ് ദ്വിത്വസന്ധിക്ക് ഉദാഹരണം? എഴുതിയോ? ഓപ്ഷൻ സി ആണ് ദ്വിത്വസന്ധിക്ക് ഉദാഹരണം. എന്താണ് ദ്വിത്വസന്ധി? ഉത്തരപദത്തിൽ ഇരട്ടിപ്പ് വരുന്നതാണ് ദ്വിത്വസന്ധി. നോക്കാം. കടൽ അധികം തീരം അല്ലേ? തീരം ചേർത്തെഴുതുമ്പോൾ കടൽ തീരം. ഉത്തരപദത്തിൽ ഇരട്ടിപ്പ് വന്നില്ലേ? ഉത്തരപദത്തിൽ ഇരട്ടിപ്പ് വന്നു. ഇരട്ടിപ്പ് വന്നപ്പോൾ അത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമായി. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? കടൽ തീരം, ഓപ്ഷൻ സി. ദ്വിത്വസന്ധി എന്ന് വെച്ചാൽ ഉത്തരപദത്തിൽ ഇരട്ടിപ്പ് വരണം. അടുത്തത് നോക്കാം. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ്? വിഷമിപ്പിക്കുക, പഠിപ്പിക്കുക, വാക്ക് തർക്കം, പരിശീലിപ്പിക്കൽ. 24ാമത്തെ ചോദ്യമാണ്. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ ആശയം. ഉത്തരം വിഷമിപ്പിക്കുക എന്നാണ്. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വിഷമിപ്പിക്കുക എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഇതിൻ്റെ തർജിമയാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം, ഡോക്ടറെ കാണുന്നതാണ് ഗുണപ്രദം, ഡോക്ടറെ കണ്ടാൽ സ്ഥിതി മാറും, ഡോക്ടറെ കണ്ടാൽ അസുഖം ഭേദമാകും. ഏതാണ് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ എന്നതിൻ്റെ തർജിമ ഏതാണ്? ഉത്തരം കിട്ടിയോ? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്നതാണ് ശരിയായ ഉത്തരം. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം. അടുത്ത് നോക്കാം. കാക്ക എന്ന പദത്തിൻ്റെ പര്യായം. കാക്ക എന്ന പദത്തിൻ്റെ പര്യായം. ഓപ്ഷൻസ്: കോകിലം, ശുകം, വായസം, പികം. കാക്ക എന്ന പദത്തിൻ്റെ പര്യായം ഏതാണ്? വായസമാണ് കാക്ക എന്ന പദത്തിൻ്റെ പര്യായം. ഞാൻ നേരത്തെ പറഞ്ഞു PSC ബുള്ളറ്റിനിൽ പ്രീവിയസ്ലി പബ്ലിഷ് ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യണം. അതിനകത്ത് ഈ ഒറ്റപ്പദം, പര്യായ പദങ്ങളൊക്കെ വലിയ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇത് കൃത്യമായിട്ട് പഠിക്കുക. അതിനകത്തു നിന്നുള്ളതാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ അതാദ്യം പഠിച്ചു വയ്ക്കുക. കാക്ക എന്ന പദത്തിൻ്റെ പര്യായം വായസം എന്നാണ്. കീറാമുട്ടി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കീറാമുട്ടി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരമില്ലാത്ത ചോദ്യം, വിഷമപ്രശ്നം, കഠിന പ്രശ്നം, പ്രതിബന്ധം. ഏതാണ് കീറാമുട്ടി എന്ന വാക്കിൻ്റെ അർത്ഥം? നമുക്കറിയാം PSC എക്സാം ചില സമയത്തൊക്കെ കീറാമുട്ടി ആകാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ്? അപ്പം നിങ്ങൾ ഓപ്ഷൻ തെറ്റിദ്ധരിക്കും. കീറാമുട്ടി എന്ന ശൈലിയുടെ അർത്ഥം. ഉത്തരമില്ലാത്ത ചോദ്യം, വിഷമപ്രശ്നം, കഠിന പ്രയത്നം, പ്രതിബന്ധം. ഏതാണ് കീറാമുട്ടി? വിഷമപ്രശ്നമാണ് കീറാമുട്ടി. വിഷമപ്രശ്നമാണ് കീറാമുട്ടി. ശരിയായ പദം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ABCDയിലൂടെ കടന്നു പോവുക. കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കുക. കൃത്രിമം എന്ന വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പദം ഏതാണ്? ശരിയായിട്ട് എങ്ങനെയാണ് കൃത്രിമം എന്ന പദം എഴുതുന്നത്?
പദശുദ്ധി, അതാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്രിമം ഓപ്ഷൻ ബി ആണ് കൃത്രിമം. അടുത്ത് നോക്കാം, വാക്യങ്ങളുടെ അവസാനം ചേർക്കുന്ന ചിഹ്നം എന്താണ്? വാക്യങ്ങളുടെ അവസാനം ചേർക്കുന്ന ചിഹ്നം ഏതാണ്? ഓപ്ഷൻസ് ഭിത്തിക, രോധിനി, ബിന്ദു, അങ്കുശം. ഏതാണ് വാക്യങ്ങളുടെ അവസാനം ചേർക്കുന്ന ചിഹ്നം? ബിന്ദുവാണല്ലേ, സി, ഓപ്ഷൻ സി ആണ്, ബിന്ദുവാണ് വാക്യങ്ങളുടെ അവസാനം ചേർക്കുന്ന ചിഹ്നം. ഉത്തരം ബിന്ദുവാണ്. ബിന്ദു എന്നാൽ എന്താണ്? പൂർണ്ണ വിരാമം, അതാണ് ബിന്ദു. നമുക്കതുകൂടി അങ്ങ് പഠിച്ചു പോകാം. പ്രത്യേകമായിട്ടൊരു വീഡിയോയിൽ ചെയ്യാനുള്ളതൊന്നുമില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ അങ്ങ് പഠിക്കാം. പൂർണ്ണ വിരാമം, അതാണ് ബിന്ദു. ഫുൾ സ്റ്റോപ്പ് എന്ന് പറയും, ഇതാണ് ഫുൾ സ്റ്റോപ്പ്, അതാണ് പൂർണ്ണ വിരാമം. ഇനി അടുത്ത എന്താ ഓപ്ഷനിലുള്ളത്? ഭിത്തിക. ഭിത്തിക എന്താണ്? ഭിത്തിക നമുക്ക് ലാസ്റ്റ് പഠിക്കാം. അങ്കുശം പഠിക്കാം. അങ്കുശം എന്താണ്? അങ്കുശം അല്പവിരാമം. എന്താണ് അങ്കുശം? അല്പവിരാമമാണ് അങ്കുശം, അതായത് കോമ, അല്പമായൊരു നിർത്തൽ, കോമ, അതാണ് അങ്കുശം എന്ന് പറയുന്നത്. കോമയാണ്. നമ്മളിപ്പോൾ പറയാം, അയാൾ വന്നാൽ നീ പറയണം. അപ്പോൾ അയാൾ വന്നാൽ എന്ന് കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതും? അയാൾ വന്നാൽ കോമ നീ പറയണം. അയാൾ വന്നാൽ നീ പറയണം. അപ്പോൾ അയാൾ വന്നാൽ കഴിഞ്ഞ് നമ്മൾ എന്തിടും? ഒരു കോമ ഇടും, ഒരു അല്പവിരാമം ഇടും. അതായത് സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നമ്മൾ അല്പമായൊരു നിർത്തലാണ് ഈ അല്പവിരാമം എന്ന് പറയുന്നത്, അതാണ് അങ്കുശം, അതായത് കോമ. നമ്മൾ അങ്കുശം പഠിച്ചു. ഇനി അടുത്ത എന്താ ഓപ്ഷനിലുള്ളത്? രോധിനി. എന്താണ് രോധിനി? നോക്കാം. രോധിനി എന്ന് പറഞ്ഞാൽ അർത്ഥവിരാമമാണ്, സെമി കോളൻ. കുത്തും ഒരു കോമയും കൂടെ ഇടത്തില്ലേ, സെമി കോളൻ എന്ന് പറയും, സെമി കോളൻ, അതാണ് രോധിനി. എന്താണ്? ഒരു വാക്യം എഴുതുമ്പോൾ അതിന് വ്യാകരണപരമായിട്ട് പൂർണ്ണത വന്നു, പക്ഷേ ആശയം ഇനിയും തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു അർത്ഥവിരാമം ഇടുന്നത്. അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിൽ രണ്ട് വാക്യങ്ങൾ നമ്മൾ ചേർത്ത് പറയുകയാണ്, പക്ഷെ വ്യാകരണപരമായിട്ട് ആദ്യത്തെ വാക്യത്തിന് പൂർണ്ണത വന്നെങ്കിലും ആശയം തുടർന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെമി കോളൻ ഇടുന്നത്. അതായത് നമുക്കൊരു ഉദാഹരണം നോക്കാം. സിന്ധു നദി ജലം നൽകുന്നു, മഹത്തായ ഒരു സംസ്കാരവും. ഇതെങ്ങനെ എഴുതും നമ്മൾ? ആദ്യത്തെ സെൻറ്റൻസ് സിന്ധു നദി ജലം നൽകുന്നു. അവിടെ പൂർണ്ണമായി വ്യാകരണപരമായിട്ട് അവിടെ പൂർണ്ണമാകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആശയം തുടർന്ന് പറയാനുണ്ട്, അപ്പോൾ സെമി കോളൻ ഇടുന്നു. എന്തും കൂടി നൽകുന്നുണ്ട്? മഹത്തായ ഒരു സംസ്കാരവും, മഹത്തായ ഒരു സംസ്കാരവും. ഇപ്പം മനസ്സിലായോ എവിടെയാണ് സെമി കോളൻ ഇടുന്നതെന്ന്? നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്, ആശയം തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ആശയം തുടർന്ന് വരുന്ന ഭാഗം കൊണ്ട് മാത്രമേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? രണ്ട് ഭാഗങ്ങൾക്കും ഇടയിലാണ് നമ്മൾ ഈ സെമി കോളൻ, രോധിനി ഇടുന്നത്, അർത്ഥവിരാമം എന്ന് പറയും. ഇനി ലാസ്റ്റിലത്തെ എന്താണ് ഓപ്ഷനിലുള്ളത്? ഭിത്തിക. എന്താണെന്ന് പഠിക്കാം. ഭിത്തിക എന്താണ് ഭിത്തിക? നോക്കാം. സമപ്രാധാന്യമുള്ള രണ്ട് വാക്യങ്ങളായിരിക്കണം. സമപ്രാധാന്യമുള്ള രണ്ട് വാക്യങ്ങളാണെങ്കിൽ അതിൻ്റെ നടുക്ക് എന്ത് ചേർക്കണം? ഭിത്തിക ചേർക്കണം. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഉദാഹരണം, അമേരിക്കയിൽ ലിങ്കൺ. ലിങ്കൺ. ഇന്ത്യയിൽ ഇവിടെ ഗാന്ധിജി. അപ്പോൾ സമപ്രാധാന്യമുള്ള രണ്ട് വാക്യങ്ങളാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? അതിൻ്റെ നടുക്ക് കോളൻ, രണ്ട് കുത്ത്, അതാണ് ഭിത്തിക എന്ന് പറയുന്നത്. കോളൻ, COLON, രണ്ട് കുത്ത്, അതാണ് കോളൻ, ഭിത്തിക. അപ്പോൾ ഭിത്തിക പഠിച്ചു, രോധിനി പഠിച്ചു, പിന്നെന്താ? പൂർണ്ണവിരാമം, ബിന്ദു പഠിച്ചു, അങ്കുശം പഠിച്ചു. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് സ്ലോ ആൻഡ് സ്റ്റഡി. 30ാമത്തെ ചോദ്യം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിന് സമാനമായ പഴമൊഴി ഏതാണ്? ഓപ്ഷൻസ്: നാടോടുമ്പോൾ നടുവേ ഓടുക, താൻ പാതി ദൈവം പാതി, പയ്യെ തിന്നാൽ പനയും തിന്നാം, ചൊട്ടയിലെ ശീലം ചുടല വരെ. ഏതാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിന് സമാനമായ പഴമൊഴി? ഉത്തരം നമുക്ക് നോക്കാം. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പയ്യെ തിന്നാൽ പനയും തിന്നാം, അതാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിൻ്റെ സമാനമായിട്ടുള്ള പഴമൊഴി. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ളതാണ്.
അടുത്ത ചോദ്യം 31. താഴെ പറയുന്നവയിൽ വീണ എന്ന വാക്കിൻ്റെ പര്യായപദം അല്ലാത്തത് എന്താണ്? വീണ എന്ന വാക്കിൻ്റെ പര്യായപദം അല്ലാത്തത് ഏതാണ്? വിപഞ്ചിക, വർവണ, വിപഞ്ചിക, വല്ലകി, വിപഞ്ചി. ഇതിൽ വീണ എന്ന വാക്കിൻ്റെ പര്യായപദം അല്ലാത്തത് ഏതാണ്? ഉത്തരം എ ആണ്, വർവണയാണ്. ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ നഖം എന്ന വാക്കിന് അർത്ഥമല്ലാത്തത് ഏതാണ്? നഖം എന്ന അർത്ഥം വരാത്ത വാക്ക് ഏതാണ്? കരരുഹം, വസരം, നഖരം, പുനർഭവം. ഏതാണ് നഖം എന്ന വാക്ക് എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഉത്തരം ബി ആണ്, വസരം ആണ് നഖം എന്ന അർത്ഥം വരാത്തത്. അടുത്ത് നോക്കാം 33. അന്യേതരം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക, ശരിയായ ഉത്തരം കണ്ടെത്തുക. അന്യേതരം എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ശരിയായ ഉത്തരം സി ആണ്, അന്യ അധികം ഇതരമാണ് അന്യേതരം. അന്യ അധികം ഇതരമാണ് അന്യേതരം. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പദം എഴുതുക. ദ്രൗപദി എന്ന പദം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? ഓപ്ഷൻസിലൂടെ നോക്കുക, ഓപ്ഷൻസ് ഓരോന്നും നോക്കുക, കറക്റ്റായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ദ്രൗപദി എന്ന പദം എങ്ങനെയാണ് എഴുതുന്നത്? ശരിയായ ഉത്തരം ബി ആണ്, ദ്രൗപദി എന്ന് ശരിയായിട്ട് എഴുതുന്നത് ബി ആണ്. അടുത്ത ചോദ്യം. അധികരിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് അടിസ്ഥാനമാക്കുക, അധികമാവുക, തടസ്സപ്പെടുത്തുക, വർദ്ധിപ്പിക്കുക എന്നാണ്. ഏതാണ് ശരിയായ പദം? അധികരിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം ഏതാണ്? അടിസ്ഥാനമാക്കുക. എ ആണ് കറക്റ്റ്. അതിനെ അധികരിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്, ഇന്ന പുസ്തകത്തിനെ അധികരിച്ചാണ് സംസാരിക്കുന്നത് പറയത്തില്ല. അപ്പോൾ അടിസ്ഥാനമാക്കുക എന്നാണ് അർത്ഥം. അധികരിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം അടിസ്ഥാനമാക്കുക എന്നാണ്. അടുത്ത ചോദ്യം. കൈ എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? കരം, പാണി, ശീർഷം, ഭുജം. ഏതാണ് കൈ എന്ന അർത്ഥം വരാത്ത പദം? കരം, പാണി, ഭുജം, ശീർഷം. ഏതാണ്? ശീർഷമാണല്ലേ, ശീർഷമാണ്, നമുക്കറിയാം. ശീർഷമാണ് കൈ എന്ന് അർത്ഥം വരാത്ത പദം. കല്ല് അധികം മതിൽ ചേർത്തെഴുതുന്നത് എങ്ങനെയാണ്? കല്ല് അധികം മതിൽ ചേർത്തെഴുതുന്നത്. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. കല്ലുമതിൽ, കൽമതിൽ, കന്മതിൽ, കൽമതിൽ. ഏതാണ് ശരിയായത്? കല്ല് അധികം മതിൽ. കന്മതിലാണല്ലേ, സി, കന്മതിലാണ് ശരിയായ ഉത്തരം. തുടർന്ന് നോക്കാം. അഫിഡവിറ്റ് എന്ന വാക്കിൻ്റെ പരിഭാഷ. അഫിഡവിറ്റ് എന്ന വാക്ക് എന്താണ്? തെളിവ് മൂലം, സത്യവാങ്മൂലം, സങ്കടം മൂലം, പരിഹാസത്തോടെ. കോടതികളിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അഫിഡവിറ്റ് എന്ന വാക്ക്. അതിൻ്റെ പരിഭാഷ എന്താണ്? സത്യവാങ്മൂലമാണ് അഫിഡവിറ്റ്. അഫിഡവിറ്റ് എന്താണ്? സത്യവാങ്മൂലമാണ് അഫിഡവിറ്റ്. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക. തൻ അധികം താർ, തണ്ട് അധികം താർ, തൺ അധികം താർ, തൽ അധികം താർ. ഏതാണ്? തണ്ടാർ എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? പറയട്ടെ. തൺ അധികം താർ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. തൺ അധികം താറാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ. 40ാമത്തെ ചോദ്യം. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം എന്താണ്? പിപാസു, ബുബുഷു, ദിദൃഷു, പിപടിഷു. ഏതാണ് ശരിയായ ഉത്തരം? കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താണ് ഒറ്റപ്പദം? പിപാസു ആണ് ശരിയായ ഉത്തരം. പിപാസു ആണ് ശരിയായ ഉത്തരം. 41ാമത്തെ ചോദ്യം നോക്കാം. ശരിയായ വാക്യം കണ്ടെത്തണം. ഓരോരുത്തരും അവരവരുടെ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണം. ഈ സമാനമായൊരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തു. ഓരോരുത്തരും അവരുടെ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണം. ഓരോരുത്തരും അവരുടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കണം. ഓരോരുത്തരും അവരുടെ സ്ഥാനത്തിരിക്കണം. ഏതാണ് ശരിയായ ഉത്തരം? ഓരോരുത്തരും അവരവരുടെ യഥാസ്ഥാനങ്ങളിൽ. അവരവരുടെ യഥാസ്ഥാനങ്ങളിൽ എന്ന് പറയേണ്ട കാര്യമില്ല അല്ലേ? ഓരോരുത്തരും അവരുടെ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണം. ഓരോരുത്തരും അവരുടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കണം. ഓരോരുത്തരും അവരുടെ സ്ഥാനത്തിരിക്കണം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. അഭിജ്ഞാനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അഭിജ്ഞാനം എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. അഭിജ്ഞാന ശാകുന്തളമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ അഭിജ്ഞാനം എന്ന പദത്തിൻ്റെ അർത്ഥം? അടയാളം, ശരിയായ ജ്ഞാനം, മോതിരം, നല്ലതുപോലെ അറിവുള്ള. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അടയാളവും മോതിരവും കൂടി തന്നേക്കുന്നത്. ശരിയായ ഉത്തരം ഏതാണ്? അടയാളമാണ്. അഭിജ്ഞാനം എന്നാൽ അടയാളമാണ്. ആർദ്രം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ്. അർത്ഥമല്ല ചോദിച്ചിരിക്കുന്നത്. ആർദ്രം എന്ന വാക്കിൻ്റെ വിപരീത പദം. ഉർവരം, കഠിനം, ശുഷ്കരം, രൗദ്രം.
എന്താണ് ആർദ്രം എന്ന പദത്തിൻ്റെ വിപരീതം? ശുഷ്കരമാണ് ആർദ്രത്തിൻ്റെ വിപരീതം. 44-ാമത്തെ ചോദ്യം, ഇരുതലമൂരി എന്ന ശൈലിയുടെ അർത്ഥം. ഇരുതലമൂരി എന്ന ശൈലിയുടെ അർത്ഥം എന്താ? അപൂർവ ഇനം സാധനം, മറഞ്ഞിരിക്കുന്ന വസ്തു, ഏഷണിക്കാരൻ, പരിഹാസക്കാരൻ. എന്താണ് ഇരുതലമൂരി എന്ന ശൈലിയുടെ അർത്ഥം? നമുക്കറിയാം, അവിടെയും ഇവിടെയും ഏഷണി പറഞ്ഞു കൊടുത്ത് രണ്ട് സൈഡിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇരുതലമൂരി. രണ്ടറ്റവും പ്രശ്നമാണ്. അപ്പോൾ ഏതാണ് ഇതിൽ? അപൂർവ ഇനം സാധനമല്ല, മറഞ്ഞിരിക്കുന്ന വസ്തുവല്ല, പരിഹാസക്കാരനുമല്ല. ഏതാണ് ശരിയായ ഉത്തരം? സി, ഏഷണിക്കാരനാണ് ശരിയായ ഉത്തരം. ഇരുതലമൂരി ആരാണ്? ഏഷണിക്കാരൻ. അടുത്ത ചോദ്യം 45. ഡയമണ്ട് കട്ട് ഡയമണ്ട്, ഇതിന് സമാനമായിട്ട് അർത്ഥമുള്ള ചൊല്ല് ഏതാണ്? മുള്ളിൻ്റെ മൂട്ടിൽ മുള്ളേ കുരുക്കൂ, മൂർച്ചയുള്ള നാവ് ചാർച്ചയറിയില്ല, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം, മുള്ളായാലും മുറുകെ പിടിക്കണം. ഏതാണ് ശരിയായ ഉത്തരം? ഡയമണ്ട് കട്ട് ഡയമണ്ട് ഏതാണ്? നമുക്കറിയാം, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്നുള്ളത് നമ്മൾ നിത്യജീവിതത്തിലൊക്കെ ഈ ശൈലി ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഡയമണ്ട് കട്ട് ഡയമണ്ട്, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. അടുത്ത ചോദ്യം 46. നിങ്ങൾ ഉത്തരം എഴുതുന്നുണ്ടല്ലോ, ഉഴപ്പുന്നില്ലല്ലോ. ആസ് ഗുഡ് ആസ് ഗോൾഡ് എന്നതിന് ചേരുന്ന പ്രയോഗം ഏതാണ്? ആസ് ഗുഡ് ആസ് ഗോൾഡ് എന്നതിന് ചേരുന്ന പ്രയോഗം. സൗമ്യവും ദീപ്തവുമായ, വളരെ തേജസ്സാർന്ന, നല്ല സ്വഭാവമുള്ള, വളരെ വിലപിടിപ്പുള്ള. ഏതാണ് ആസ് ഗുഡ് ആസ് ഗോൾഡ് എന്നതിന് ചേരുന്ന പ്രയോഗം ഏതാണ്? നല്ല സ്വഭാവമുള്ള അല്ലേ, നമ്മൾ പറയും തങ്കപ്പെട്ട, അതാണ് ആസ് ഗുഡ് ആസ് ഗോൾഡ്. നല്ല സ്വഭാവമുള്ള. സി ആണ് കറക്റ്റ് ആൻസർ. സമ്പൂർണം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? സമ്പൂർണം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ആബാലവൃദ്ധം, കരതലാമലകം, ആപാദചൂടം, നെല്ലിപ്പലക വരെ. ഏതാണ് സമ്പൂർണം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്? ഏതാണ് ഉത്തരം? സി ആണ്. ആപാദചൂടമാണ് ശരിയായ ഉത്തരം. സി ആണ്. അടുത്തത് നോക്കാം. 48-ാമത്തെ ചോദ്യം, ഘടകപദങ്ങളായി വിഗ്രഹിക്കുവാൻ സാധിക്കാത്ത പദം ഏതാണ്? അഞ്ചാറ്, ചെമ്പരത്തി, നാമ്പറ, പൂമാല. ഏതാണ് ഘടകപദങ്ങളായി വിഗ്രഹിക്കുവാൻ സാധിക്കാത്തത്? അതായത് ഈ വാക്കിൽ 5-6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 + 6 അല്ലേ. അപ്പോൾ അങ്ങനെ 2 പദങ്ങളായിട്ട് വിഘടിക്കാൻ പറ്റും. അങ്ങനെ വിഘടിക്കാൻ പറ്റാത്ത, അപ്പോൾ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എളുപ്പമായി കിട്ടിയല്ലോ. അങ്ങനെ വിഘടിപ്പിക്കാൻ പറ്റാത്ത വാക്ക് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ചെമ്പരത്തി. ഓപ്ഷൻ ബി, ചെമ്പരത്തിയാണ് ഘടകപദമായിട്ട് വിഗ്രഹിക്കാൻ ഒറ്റ വാക്കാണ്, അതുകൊണ്ട് അത് വിഗ്രഹിക്കാൻ സാധ്യമല്ല. അടുത്ത ചോദ്യം 49. ഏറ്റവും ഉചിതമായ വാക്യം ഏതാണ്? ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും സഹകരിച്ച് പ്രവർത്തിച്ചു. ബി, ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. സി, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും പങ്കുചേർന്ന് പ്രവർത്തിച്ചു. ഡി, ഉദ്യോഗസ്ഥരോടൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ജനങ്ങളും സഹകരിച്ച് പ്രവർത്തിച്ചു. ഏതാണ് ശരിയായ വാക്യം? ബി ആണ് ശരിയായത്. ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഉദ്യോഗസ്ഥരോടൊപ്പം ജനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. ബി ആണ് ശരിയായ ഉത്തരം. 50-ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം. സൃഷ്ടിയുടെ വിപരീതാർത്ഥമുള്ള പദം. സൃഷ്ടിയുടെ വിപരീതാർത്ഥമുള്ള പദം. വൃഷ്ടി, സമഷ്ടി, സ്ഥിതി, സംഹാരം. നമുക്കറിയാം, നമ്മളെപ്പോഴും പറയും സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നാണ് അല്ലേ. അപ്പോൾ സൃഷ്ടിയുടെ വിപരീതം എന്താണ്? സൃഷ്ടിയും സംഹാരവും എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഉത്തരം ഡി ആണ്. നിങ്ങൾ എളുപ്പമാക്കി തന്നില്ലേ. അപ്പോൾ സൃഷ്ടിയുടെ വിപരീതം സംഹാരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ 50 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ 50 ചോദ്യങ്ങൾ വരെ ഇരിക്കാനുള്ള സന്മനസ് കാണിച്ച ആൾക്കാരാണെങ്കിൽ എത്ര എണ്ണം ശരിയായി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു, PSC ബുള്ളറ്റിൻ മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് ഉറപ്പുവരുത്തണമെങ്കിൽ ഉറപ്പായിട്ടും SCERT പുസ്തകങ്ങളും അതുപോലെ തന്നെ PSC ബുള്ളറ്റിനും ആദ്യം പഠിക്കുക, അതിനുശേഷം മാത്രം എക്സ്ട്രാ റീഡിങ്ങിന് പോവുക. ഇത് രണ്ടും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക എക്സാമിന് മുന്നേ. അപ്പം നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെസ്റ്റിൽ നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ 50-ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തഭിപ്രായങ്ങളായാലും നിങ്ങൾ അറിയിക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുന്നവരോട് ഒരു കാര്യം കൂടി പറയട്ടെ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇടണം. കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ കാണാതെ പോകും. നമ്മൾ PSC ബുള്ളറ്റിൻ്റെ സീരീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഒരു ഇൻട്രാക്ഷനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻട്രാക്ഷനും കൂടി ഉണ്ട്, നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ മാർക്ക് ഇൻട്രാക്ഷൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ മാർക്ക് എത്രയാണ്, സ്കോർ ചെയ്തത് എത്രയാണെന്നും കൂടി അറിയിക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് കാണാം. ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.